ക്രിസ്റ്റീൻ ലീ സിലവൻ എന്നൊരു 16 വയസ്സുള്ള പെൺകുട്ടിക്ക് നടന്ന ഒരു ദാരുണമായ സംഭവമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 5 വർഷം മുൻപ് നടന്ന സംഭവമാണിത്. ഫിലിപ്പീൻസിൽ നടന്ന ഏറ്റവും ക്രൂരമായ സംഭവങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ക്രിസ്റ്റീൻ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. ചർച്ചിലെ കാര്യങ്ങൾക്കും മറ്റും വളരെ ആക്റ്റീവായിരുന്നു. എന്നും ഞായറാഴ്ചകൾ അവൾ മുടങ്ങാതെ ചർച്ചിൽ പോകുമായിരുന്നു. പജാക്കിൽ സ്ഥിതി ചെയ്യുന്ന സേക്രഡ് ഹാർട്ട് പാരിഷ് എന്ന് വിളിക്കപ്പെടുന്ന അടുത്തുള്ള പള്ളിയുടെ വോളണ്ടിയർ ചർച്ച് കളക്ടറായിരുന്നു ക്രിസ്റ്റീൻ. പതിവ് പോലെ ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരം അവൾ സംഭാവന പിരിക്കുവാനായി അമ്മയുടെ അനുവാദവും മേടിച്ച് അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 4 മണിക്ക് പോയി തിരിച്ച് 5 മണിക്കുള്ളിൽ എത്തുമായിരുന്നു അവൾ. എന്നാൽ അനുവാദം നൽകിയ ആ പാവം അമ്മ ഓർത്തില്ല അത് തൻ്റെ മകളെ കാണുന്ന അവസാന ദിവസമാണെന്ന്. 1 മണിക്കൂറിനുള്ളിൽ പോയി മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ മകൾ മണിക്കൂറുകൾ കടന്നു പോയിട്ടും തിരിച്ചു വരാതെയായി. ക്രിസ്റ്റീൻ്റെ അമ്മ ലൂർ സിലവൻ ആശങ്കാകുലയായി. ഫിലിപ്പീൻ നാഷണൽ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അടുത്ത ദിവസം വഴിയാത്രക്കാരായ ചില നാട്ടുകാർ ഒരു വയലിന് നടുവിൽ അർദ്ധനഗ്നയായ ഒരു പെൺകുട്ടിയുടെ ഛേദനേറ്റ ശരീരം കണ്ടു ഞെട്ടി. മൃതദേഹം കണ്ട വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉടനെ സ്ഥലത്തെത്തി. പ്രാഥമിക അന്വേഷണത്തിൽ കഴുത്തിൽ കുത്തേറ്റ മുറിവ് കാരണമാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് കരുതി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുഖത്തൊഴിച്ച ആസിഡ് കാരണം ക്രിസ്റ്റീൻ്റെ മുഖത്തെ ചർമ്മത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ടതായി മനസ്സിലായി. സംഭവം നടക്കുമ്പോൾ അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെന്നും തൊലി ഉരിഞ്ഞെടുക്കുന്നതിന് മുൻപാണ് ഇത് ചെയ്തെന്നും ഫോറൻസിക് സംഘം അഭിപ്രായപ്പെട്ടു. തുടർന്ന് ഫോറൻസിക് പരിശോധനയിൽ അവളുടെ മുഖത്ത് ചർമ്മം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, അവളുടെ നാവ്, ശ്വാസനാളം, അന്നനാളം, കഴുത്തിൻ്റെ ഭാഗങ്ങൾ, വലതു ചെവി എന്നിവയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ക്രിസ്റ്റീനയുടെ ജനേന്ദ്രിയത്തിൽ രക്തസ്രവം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതായി അവർ സ്ഥിരീകരിച്ചു. അത് തൻ്റെ മകൾ ആവരുതേ എന്ന് ആ അമ്മ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. മരിച്ചത് ആരെന്ന് മനസ്സിലാക്കാൻ DNA ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ആ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല. ആ മരിച്ചു കിടക്കുന്നത് തൻ്റെ മകൾ ക്രിസ്റ്റീനായിരുന്നു. അവളുടെ അമ്മ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ക്രിസ്റ്റീൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നറിയാൻ പോലീസ് ലൊക്കേഷനിലെ CCTV ദൃശ്യങ്ങൾക്കായി സ്കാൻ ചെയ്തു. താമസിയാതെ മനുഷ്യവേട്ട ആരംഭിച്ചു. പോലീസ് CCTV അന്വേഷിച്ചപ്പോൾ ക്രിസ്റ്റീൻ ഒരു പുരുഷന്റെ ഒപ്പം നടന്നു പോകുന്നതായിട്ടാണ് കണ്ടത്. അതായിരുന്നു ക്രിസ്റ്റീൻ അവസാനമായി കണ്ടത്. അന്വേഷണത്തിൽ സംശയം തോന്നിയ ആദ്യത്തെ വ്യക്തി ജോനസ് മാർട്ടൽ ബ്യൂനോ ആയിരുന്നു. സെബുവിലെ ദനാവോ സിറ്റിയിൽ 62-കാരനായി കർഷകനെ കൊലപ്പെടുത്തിയതിനാണ് ഇയാൾ ആദ്യം അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇത്തവണ ക്രിസ്റ്റീൻ്റെ മരണത്തിൽ പങ്കില്ലെന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. കൊലപാതകത്തിൻ്റെ ശൈലി ക്രിസ്റ്റീനുടേതിന് സമാനമായതിനാൽ പോലീസ് ഇയാളെ സംശയിച്ചു. കുറച്ച് അന്വേഷണങ്ങൾക്ക് ശേഷം ജോനാസിനെ വിട്ടയച്ചു. പിന്നീട് ക്രിസ്റ്റീൻ്റെ മുൻകാമുകൻ ജോൺ എന്ന വ്യക്തിയെ പോലീസ് സംശയിച്ചു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ക്രിസ്റ്റീൻ അവനുമായി ബന്ധം വേർപ്പെടുത്തിയതിനാൽ അവൻ പ്രാഥമിക പ്രതിയായി. എന്നാൽ കൊലപാതകം നടന്ന ദിവസം മകൻ സുഹൃത്തുക്കളോടൊപ്പം ബാസ്കറ്റ്ബോൾ കളിക്കുകയും വീട്ടുജോലികൾ ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് ജോണിൻ്റെ അമ്മ അവകാശപ്പെട്ടു. കൊലപാതകം നടത്തിയിരുന്നെങ്കിൽ മകൻ ഒളിവിൽ പോകുമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്തിനധികം അറസ്റ്റ് വാറന്റുമായി പോലീസ് ആ വീട്ടിൽ വന്നപ്പോൾ വാതിൽ തുറന്നത് ജോൺ തന്നെയായിരുന്നു. എന്നാൽ കൊലപാതകി ജോൺ ആണെന്ന് പോലീസിന് ആദ്യം ഉറപ്പായിരുന്നു. കാരണം നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ദൃക്സാക്ഷി മൊഴികളും CCTV ദൃശ്യങ്ങളും ക്രിസ്റ്റീൻ പള്ളിയിൽ നിന്ന് നടന്നു പോകുന്നത് ജോൺ വൈകുന്നേരം 6:12 അവളെ പിന്തുടരുന്നതും കാണിച്ചിരുന്നു. ഒരു വ്യക്തിക്കും ഇത്തരമൊരു കാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് ക്രിസ്റ്റീൻ്റെ അമ്മയും വിശ്വസിക്കുന്നു. ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ഒട്ടും അറിയാത്തത് കൊണ്ട് അമ്മയ്ക്ക് പകയുണ്ടായിരുന്നു. ക്രിസ്റ്റീൻ അവളോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. ക്രിസ്റ്റീന് മറ്റൊരു കാമുകൻ ഉള്ളതിനാൽ സംഗതി മുഴുവൻ കലർന്നതാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ ജോണിൽ നിന്നും വ്യത്യസ്തമായി ഈ കാമുകൻ ഒരു രഹസ്യ കാമുകനായിരുന്നു. അവൻ്റെ പേരായിരുന്നു റെനാറ്റോ ലെനസ്. ക്രിസ്റ്റീനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഫേസ്ബുക്കിൽ CJ ഡിയാസ് എന്ന പേരിൽ ഡമ്മി അക്കൗണ്ട് ഉണ്ടാക്കിയതായി ഇയാൾ സമ്മതിച്ചു. താൻ പ്രതീക്ഷിച്ചതിലും ഏറെ പ്രായമുള്ള അയാളാണ് റെനാറ്റോ എന്നറിഞ്ഞപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് അസംതൃപ്തി തോന്നിയപ്പോൾ അവൻ്റെ നിരാശ ഉടലെടുത്തു.
വ്യാജ പേരുപയോഗിച്ച് തന്നെ കബളിപ്പിച്ചതിന് റെനാറ്റോയോട് ക്രിസ്റ്റീന് ദേഷ്യപ്പെട്ടു. അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചതും അവളെ കത്രിക കൊണ്ട് കുത്തിമുറിവിൽപ്പിച്ചതും താനാണെന്ന് പറഞ്ഞു. എന്നാൽ റേപ്പ് താനല്ല ചെയ്തതെന്ന് അവകാശപ്പെട്ടു. 2020 മെയ് 24 റെനാറ്റോ തൂങ്ങി മരിച്ചു. ലാപ്പു സിറ്റി ജയിലിലെ ആശുപത്രി സെല്ലിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നിരുന്നാലും റെനാറ്റോ ഇതിനകം അറസ്റ്റിലായപ്പോൾ പോലും തൻ്റെ മകളുടെ മുൻ കാമുകനെ പരാതിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ താൻ സത്യവാങ്മൂലത്തിൽ ഒപ്പിടില്ലെന്ന് ക്രിസ്റ്റീൻ്റെ അമ്മ ലൂർദ് സിലവൻ പറഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. എന്തിനധികം ക്രിസ്റ്റീനെ ബലാത്സംഗം ചെയ്തതായി ലെനസ് സമ്മതിച്ചിട്ടുമില്ല. അവളുടെ യോനിയിൽ രക്തസ്രവം കണ്ടെത്തിയപ്പോൾ ക്രിസ്റ്റീനുമായി റെനാറ്റോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ലെന്ന് സൂചിപ്പിക്കുന്ന പുതിയ മുറിവുകളൊന്നും കണ്ടെത്തിയില്ല. മറ്റ് കാരണങ്ങളോടൊപ്പം ക്രിസ്റ്റീനെയും അവളുടെ കുടുംബത്തെയും ബഹുമാനിക്കുന്നതിനായി ക്രിസ്റ്റീൻ്റെ പേര് ഇൻ്റർനെറ്റിൽ തിരയുന്നത് അധികാരികൾ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ വീണ്ടും ഇൻ്റർനെറ്റിൻ്റെ സ്വഭാവം അർത്ഥമാക്കുന്നത് നെറ്റിസന്മാർക്ക് അവർ പറയുന്നത് ചെയ്യുന്നത് അസാധ്യമാണ് എന്നാണ്. എന്നാൽ ആരായിരിക്കും ക്രിസ്റ്റീനെ റേപ്പ് ചെയ്തത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.